ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ ആണ്, ഈത്തപ്പഴം ഫ്രൈയുടെ റെസിപ്പിയാണ്. പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം ഫ്രൈ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാനും കഴിക്കാനും ഒക്കെ നല്ല ഒരു റെസിപ്പിയാണ് ഇത്. ഈത്തപ്പഴം ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാൻ ഇത്രയും ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. ഏത് ഈത്തപ്പഴം വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാം. അതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററായിട്ട് എടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് ആ ഉരുണ്ടു പോവാണ്ട് നല്ല രീതിയിലേക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പം കഴിയും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈത്തപ്പഴം ഫ്രൈ റെഡിയാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ അങ്ങ് വെക്കുക. അത്രയും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ബാറ്റർ. ഇനി ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈത്തപ്പഴം ഫ്രൈക്ക് കേട്ടോ. ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ബാറ്റർ ഈത്തപ്പഴം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ കൂട്ട് ആ ഒരു ഈത്തപ്പഴം മിക്സും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു രീതിക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു രീതിക്ക് തന്നെ മതിയോ. വളരെ ടേസ്റ്റാണ് കേട്ടോ. വേറെ അധികം കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും മതി. നമ്മുടെ ഗോതമ്പ് പൊടിയും ഈത്തപ്പഴം ഏലക്കായ് അതൊക്കെ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇത്രയാക്കി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഈ ഒരു രീതി ആകുമ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് വാങ്ങാം നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയിലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതുപോലെ ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം. ആ ഗോതമ്പ് പൊടിയും ഈത്തപ്പഴമൊക്കെ ഉള്ള ഈത്തപ്പഴത്തിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഇങ്ങനെ വൈകുന്നേരം നമ്മളൊരു കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതും വാങ്ങി. കണ്ടോ, നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പം കഴിഞ്ഞില്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണേ. എല്ലാവരും ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സോഫ്റ്റ്. അതെന്ന് കണ്ടോ, ഇങ്ങനെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതാണ്. പിന്നെ ആ ഈത്തപ്പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല. ഞാൻ വേറെ മധുരമൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല കേട്ടോ. നല്ല മധുരമുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് അത്രയും മതിയാവും.
കാണാനും നല്ല ഭംഗിയില്, കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.